കേരളത്തിൽ സീപ്ലെയിൻ പദ്ധതിയിലൂടെ ടൂറിസം മേഖലയുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC വിഭാഗം എതിരല്ലെന്നു പറയുന്ന ലേഖനത്തിൽ 2013 കേരളത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ സീപ്ലെയിൻ പദ്ധതി ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയെന്ന CAG റിപ്പോർട്ടിലെ പരാമർശവും ഓർമ്മപ്പെടുത്തുന്നു. വിമാനത്താവളങ്ങളിൽ നിന്ന് അണക്കെട്ടുകളിലേക്കും വനപ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ടൂറിസം മേഖലകളിലേക്കും പദ്ധതി ആരംഭിക്കുന്നതിന് മത്സ്യത്തൊഴിലാളികൾ എതിരല്ല. ഭാവിയിൽ മത്സ്യബന്ധന കേന്ദ്രങ്ങളായ അഷ്ടമുടി, വേമ്പനാട് കായലുകളിൽ പദ്ധതി ആരംഭിക്കുമെന്ന അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം. അത് ഉറച്ച നിലപാടാണെന്നും TJ ആഞ്ചലോസ് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. തൊഴിലാളികൾ വികസന വിരുദ്ധരല്ലെന്നും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ താൽപര്യം കൂടി ഭരണവർഗം പരിഗണിക്കണമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. വിവിധ പദ്ധതികൾ കാരണം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെയും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. സീപ്ലെയിൻ പദ്ധതി പഠിക്കാൻ മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യം പരിഗണിച്ചില്ലെന്നും വിമർശനമുണ്ട്. സീപ്ലെയിൻ പദ്ധതിയെ CPI തുറന്നെതിർക്കുമ്പോഴും പദ്ധതി എന്ത് വില കൊടുത്തും നടപ്പാക്കുമെന്നതാണ് CPM നിലപാട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.